മനസ്സോ നന്മ ചെയ്യാനുള്ള ആഗ്രഹം വല്ലാത്ത ഒരു മത്സരം പടച്ചവനെ ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ രണ്ടാമത്തെ നന്മ എന്താ? വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവര് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നവരുടെ സ്വഭാവമുണ്ടോ സഹോദരാ? തങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരുടെ സ്വഭാവമുണ്ടോ? എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ദുആയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ എപ്പോ ദുആ ചെയ്യുന്നവരെന്നറിയുമോ? നമ്മളെപ്പോലെ സാധാരണ ദുആ ചെയ്യുന്നത് പോലെയല്ല. പടച്ചവനെ പ്രയാസമുണ്ടാകുമ്പോ രക്ഷപ്പെടാനിനി ഒരു വഴിയുമില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവനുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവനാണ് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? പടച്ചവനെ കടലിൽ പോയവർക്കറിയാ, കടലിൽ പോകുന്നവർക്കറിയാ, പോകും തോറും വല്ലാത്ത ആഴമാണ്. പടച്ചവനെ വല്ലാത്ത ആഴമാണ്. അല്ലാഹുവേ ആ കടലിനടിയിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുളാണ്. ആ കടലിൽ ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞു. പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ. കോടികൾ മുടക്കിയിട്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് കാണാൻ പോയവര് കോടികൾ മുടക്കിയിട്ടല്ലേ പോയത്. പടച്ചവനെ എന്താണ് സംഭവിച്ചതെന്ന് ഞാനും നിങ്ങളും വായിച്ചവരാ, കണ്ടവരാ. എന്നാൽ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകും തോറും വല്ലാത്ത വിരുളാണ്, വല്ലാത്ത ആഴമാണ്. ആ ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനാണ് തിമിംഗലം. കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. ആ മീനിന്റെ കടലിന്റെ ഏറ്റവും അടിത്തട്ടില് ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന തിമിംഗലം എന്ന ഏറ്റവും വലിയ മൃഗം, ഏറ്റവും വലിയ മീൻ. ആ മീനിന്റെ വയറ്റിലാണ് യൂനുസ് നബി കിടന്നത്. ആ മീനിന്റെ വയറ്റിലാണ് യൂനുസ് നബി കിടന്നത്. ഓക്സിജൻ ഇല്ല, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, സഹായത്തിന്റെ ഒരു അവസ്ഥയുമില്ല. ആ മീനിന്റെ വയറ്റിന്റെ ഉള്ളിലാണ് യൂനുസ് നബി കിടന്നത്. അവിടെ കിടന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുകയാ وظنوني اذهب مغاضبا فظنا ان لن نقدر عليه فنادى في الظلمات لا اله الا انت سبحانك اني كنت من الظالمين. പള്ളിക്കകത്തിരുന്നല്ല ദുആ ചെയ്യുന്നത്, വീട്ടിലിരുന്നല്ല ദുആ ചെയ്യുന്നത്, മജ്ലിസിലിരുന്നല്ല ദുആ ചെയ്യുന്നത്, പടച്ചവനെ ആകാശത്തിലിരുന്നല്ല ദുആ ചെയ്യുന്നത്, അമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ല ദുആ ചെയ്യുന്നത്. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന അതാ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് രക്ഷപ്പെടാൻ ആരുണ്ടടോ? രക്ഷപ്പെടുത്താൻ ആരുണ്ടടോ? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലടോ. ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുകയാ വനദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അല്ലാഹുവോട് പറയുകയാ പടച്ച റബ്ബേ നിനക്ക് കഴിയുമല്ലാ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയുമല്ലോ. യൂനുസ് നബി ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്. അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ
ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആമീനിന്റെ വയറ്റിലെ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ദിക്ർ പറഞ്ഞപ്പോ, ഈ ദുആ ചെയ്തപ്പോ ആമീനല്ലേ യൂനുസ് നബിയെ ഈജിപ്തിന്റെ കരയിലേക്ക് കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് കക്കി വെച്ചിട്ട് പോയത്, അതാ ഛർദിച്ചു വെച്ചിട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഡോക്ടർമാര് പറഞ്ഞു, ഇനി നിങ്ങളെ ദൈവത്തെ വിളിക്കൂ, അതാ സർജറി ചെയ്താ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവസാനം പറയുകയാ, ഇനി ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. എല്ലാ വഴികളും അടഞ്ഞു. 24 മണിക്കൂർ 48 മണിക്കൂർ ഇനി എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാ. ആ ഡോക്ടർമാര് പറയുമ്പോ കടന്ന് വിളിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ഈ വിളി നേരത്തെ നീ വിളിക്കാതിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വയദൂനനാ റഗബൻ വറഹബാ. ചെയ്യുന്നവർ, അല്ലാഹുവിനെ പ്രതീക്ഷ വെക്കുന്നവർ, എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷയില്ലടോ. ഇന്ന് നിരാശയാണ്, ഇന്ന് നിരാശയാണ്. അല്ല ആരാണെന്ന് ഒരുത്തനും അറിയില്ലടോ. താടിയുള്ളവനും തടമ്പുള്ളവനും കരിക്കുന്നവനും ഒരുത്തനും അല്ല ആരാണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹയെ കുറിച്ച് നമുക്കറിയില്ല, അല്ലാഹനെ കുറിച്ച് നമുക്കറിയില്ല. പഠിച്ചവനെ അല്ല ആരാണെന്ന് പഠിക്കാൻ ദുആയുടെ പവർ നിങ്ങൾക്ക് കാണണോ? ദുആയുടെ പവർ നിങ്ങൾക്ക് കാണണോ? പഠിച്ചവനെ, ഫലസ്തീൻ എന്ന് പറയുന്ന നാട്ടിലല്ലേ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്? ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, അല്ലാഹുവേ ബൈത്തുൽ മുഖദ്ദസ് നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഉമ്മത്തിന് തരണേ അല്ലാഹ്, ഉമ്മത്തിന് തരണേ അല്ലാഹ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്താണ് മറിയം എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരു ചെറിയ മകള് ജീവിച്ചിരുന്നത്. ആ പള്ളിയുടെ മിഹ്റാബിനകത്താണ്. കാരണം മറിയം ബീവിയുടെ ഉമ്മ അവിടെ ഗർഭിണിയായപ്പോ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാമല്ല. എന്റെ പ്രിയപ്പെട്ടവര്, ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി, വാക്കുമാറ്റിയില്ല. ഗർഭിണിയാകുമ്പോ പെങ്ങളെ പറയുമല്ലോ, ഉസ്താദേ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഹാഫിളാക്കാം, ആലിമാക്കാം. പ്രസവിച്ച് കഴിയുമ്പോ മറന്നു പോകുന്ന ഉമ്മമാരെ, മറന്നു പോകുന്ന ഉപ്പമാരെ നേർച്ച ചെയ്തതാണ്, അതുപോലെ തന്നെ കൊടുത്തടോ. സക്കരിയാ നബിയാണ് മറിയമെന്ന് പറയുന്ന പെൺകുട്ടിയെ വളർത്തിയത്. അങ്ങനെ ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിൽ കഴിയുന്ന മറിയം ബീവിയുടെ മുമ്പിലേക്ക് സക്കരിയാ നബി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? മറിയമെന്ന് പറയുന്ന ചെറിയ കുട്ടി പഴം കഴിക്കുകയാണ്. ഏതു പഴം? ആ നാട്ടിൽ കിട്ടാത്ത പഴം. ഓരോ പഴത്തിനും സീസണുണ്ട്, ഓരോ പഴത്തിനും സീസണുണ്ട്. പഠിച്ചവനെ, ആ പഴം ആ നാട്ടിൽ പോലും കിട്ടാത്ത സമയമാ. ഫലസ്തീനിൽ ഒരു സ്ഥലത്ത് പോലും പഴം കിട്ടാത്ത സമയത്താണ് പള്ളിയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്തിരുന്നിട്ട് മറിയമെന്ന് പറയുന്ന പിഞ്ചുകുട്ടി ആ പഴം കഴിക്കുന്നത് കണ്ടപ്പോ സക്കരിയാ നബി ചോദിക്കുന്നു, മറിയമേ എവിടെ നിന്നാ മോളെ? ഈ പഴം എവിടെ നിന്നാണ് മോളെ? മറിയം ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബ് തന്നതാ, എന്റെ റബ്ബ് തന്നതാ, എന്റെ റബ്ബ് തന്നതാ. പഠിച്ചവനെ, അതാ സീസൺ അല്ലാത്ത സമയത്ത് പള്ളിയുടെ മിഹ്റാബിനകത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമടോ? അല്ലാഹുവിന് കഴിയുമടോ? സക്കരിയാ നബി എന്ത് ചെയ്തെന്നറിയുമോ? പഠിച്ചവനെ, പ്രായമായ മനുഷ്യനാണ്. 120ഓളം വയസ്സ് പ്രായമുണ്ട്, 120ഓളം വയസ്സ് പ്രായമുണ്ട്. ആ സക്കരിയാ നബി അലൈഹിസ്സലാം പഠിച്ചവനെ, മക്കളില്ലാത്ത നബിയാ. 120ഓളം വയസ്സ് പ്രായമുള്ള സക്കരിയാ നബിക്ക് മക്കളില്ലടോ. 120 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യന് മക്കളുണ്ടാകുമോ? നിങ്ങൾ നോക്കടോ. സക്കരിയാ നബി അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്ന വഹനിൽ, അല്ലാഹുവോട് പറയുകയാണ്, പഠിച്ചവനെ, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഗല റഅസു ശൈബാ.
വലൻ അകും ബിദുആഇക റബ്ബി സഖിയാ. മക്കളില്ലാത്തവര് കേട്ടോ, മക്കളില്ലാത്തവര് കേട്ടോ, 35, 40, 45 വയസ്സായിട്ട് ഇനി മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞു ജീവിതത്തിൽ നിരാശയുമായി കഴിയുന്നവര്, 120ഓളം വയസ്സ് പ്രായമുള്ള സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, എനിക്ക് പ്രായമായി പടച്ചവര്, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി പടച്ചവര്, എനിക്ക് കൗണ്ടിങ് ഇല്ല പടച്ചവര്, മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അല്ലാ. ഇന്നത്തെ ഡോക്ടർമാര് പറയുന്ന കണക്കനുസരിച്ച് നിങ്ങൾ പറ, 120ഓളം വയസ്സ് പ്രായമുള്ള സക്കരിയ നബി അലൈഹിസ്സലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹിനോട് പറയുകയാ, പടച്ചവനെ എനിക്ക് സുഖമില്ല, എനിക്ക് പ്രായമായി, എന്റെ റബ്ബേ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, എനിക്ക് കൗണ്ടിങ് ഒന്നുമില്ല പടച്ചവനെ, അല്ലാഹുവേ എനിക്ക് മക്കൾ